ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ അഞ്ജലി മനീഷ്. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള ഒരു വീനെ കുർത്തയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് എടുത്തിരിക്കുന്ന ഫാബ്രിക്സ് ആണിത്. കോട്ടൺ ആണ്. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഒന്നും അല്ല. മീറ്ററിന് 120 രൂപയെ വന്നിട്ടുള്ളൂ. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഞാൻ ആ ഒരു യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് വെക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ താഴത്തേക്ക് വെക്കാനായിട്ട് ഈ ഒരു ഫാബ്രിക് ഞാൻ എടുത്തേക്കുന്നത് 1/2 മീറ്ററിലും കുറച്ചുകൂടെ കൂടുതലുണ്ട്. 60 എടുത്തേക്കുന്നത്. എന്നാലാണ് എനിക്കൊരു സ്ലിറ്റിൻ്റെ ഭാഗം കൂടി മടക്കി അടിക്കാനായിട്ട് കിട്ടുള്ളൂ. ഇതാണ് ഒരു തേരുവശം വരുന്നത്. അടുത്ത തേരുവശം ഈ ഒരു താഴെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വീതിയാണ് ഞാൻ ഇങ്ങനെ നീളത്തിന് വെച്ച് കൊടുക്കുന്നത്. ഇതിലെ പ്രിൻ്റ് അതിന് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് 60 മതിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ അതിൻ്റെ ലെങ്ത്തിനും പ്രിൻറ്റിനൊക്കെ നോക്കിയിട്ട് മെറ്റീരിയൽ എടുക്കണം. ഈ ഒരു സിക്സാക് പ്രിൻ്റുള്ള ഫാബ്രിക് ഞാൻ എടുത്തേക്കുന്നത് 1.40 1.5 തികച്ചെടുത്തിട്ടില്ല. ലോങ് ലെങ്ത് കിട്ടാനായിട്ടാണ് 1.40 എടുത്തത്. ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു യോക്ക് പോർഷനിലേക്കും അതുപോലെ തന്നെ ബാക്ക് പോർഷനും മതി നമുക്ക്. സ്ലീവ് ചെറിയ സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഫാബ്രിക് വേണ്ട. അതുകൊണ്ട് 1.40 എടുത്തത്. അപ്പോൾ ഇത് 1.40 ഫ്ലോറൽ പ്രിൻ്റ് 60 അങ്ങനെ രണ്ടും കൂടിയിട്ട് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് ഫാബ്രിക് എടുത്തേക്കുന്നത് ടോട്ടൽ 2 മീറ്റർ ആണ്. ഈ ഒരു 2 മീറ്റർ ഫാബ്രിക്കിനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് ഓരോ മീറ്റർ വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷൻ്റെ ലൈനിങ് പീസാണ്. ഇതുപോലെ തേരുവശം ജോയിൻ ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ക്ലോത്തും ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. തേരുവശം വരുന്ന രീതിയിൽ ഇതും ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡഡ് സൈഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മാർക്കിങ്സ് കൊടുക്കാം. ഇപ്പം എൻ്റെ ഒരു ചെസ്റ്റ് സൈസ് വന്നിട്ട് 35 ഇഞ്ചാണ്. അപ്പം ഞാനിവിടെ 35 ഇഞ്ച് സൈസുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ ഫോൾഡഡ് സൈഡിൽ നിന്ന് ടേപ്പ് ഇതുപോലെ ഒന്ന് വെക്കാം. ഞാൻ എന്നിട്ടൊരു 6.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ആ ഒരു 6.5 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് കൈക്കുഴിക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.25 ഇഞ്ചാണ് കൈക്കുഴിക്ക് മാർക്കിങ് കൊടുക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റ്സും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെയും കൈക്കുഴിയുടെയും ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഒരു 5-6 ഇഞ്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതൊരു ബോക്സ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ബോക്സ് ഷേപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത്. അതിനായിട്ട് നമ്മൾ ടേപ്പ് ആ ഒരു കോർണർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 1.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലെ ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുതൽ ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് ടച്ച് ആവുന്ന രീതിയിൽ ആ ഒരു പോയിന്റോട് ചേർത്ത് തന്നെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ടച്ച് ആയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഈ വരച്ചതിൻ്റെ അടിയിലായിട്ട് ഫ്രണ്ട് കൈക്കുഴി ഞാനൊന്ന് 1/4 ഇഞ്ച് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് കൈക്കുഴി 1/4 ഇഞ്ചാണ് കുഴിച്ച് വരയ്ക്കാറുള്ളൂ. ഒത്തിരി ഇറക്കി വരയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് ഒന്ന് കുഴിച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി മെഷർമെൻറ്റ്സ് കൊടുക്കാം. ആദ്യം നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ഈ ഒരു ലൈനിലേക്കാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫോൾഡഡ് ഭാഗത്തു നിന്ന് ടേപ്പ് ഇതുപോലെ ഒന്ന് ആ ലൈനിലേക്ക് വട്ടം വയ്ക്കുക. ഇനി എൻ്റെ ഒരു ചെസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് 35 ഇഞ്ചാണ്. ആ ഒരു 35 ഇഞ്ചിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 8.25 ഇഞ്ചൊന്ന് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് ലൂസിങ്ങോട് കൂടി 10.25 രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പോയിന്റ് 8.25 ഇത് 10.25 ഇഞ്ചുമാണ്. ഇനി വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ നിന്ന് ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിക്കാം. എന്നിട്ട് ആ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 14 ഇഞ്ചിൽ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് ടേപ്പ് വട്ടം പിടിക്കുക. എൻ്റെ ഒരു വേസ്റ്റ് മെഷർമെൻറ്റ് 30 ഇഞ്ചാണ്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി 7.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ട് 9.5 ഇഞ്ച് രണ്ടാമതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിംഗ് 7.5 ഇഞ്ചും ഇത് 9.5 ഇഞ്ചുമാണ്. ഇനി നമ്മൾ കൊടുക്കുന്നത് ഹിപ്പ് മെഷർമെൻ്റ് ആണ്. എവിടെ നിന്നാണോ നമ്മൾ ആ ഒരു സ്ലിറ്റ് കൊടുക്കുന്നത് ആ ഒരു ലെങ്ത് എടുക്കുക. ഏറ്റവും മുകളിൽ നിന്ന് മുതൽ ഞാനിവിടെ കൊടുക്കുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഓപ്പണിംഗ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഹിപ്പ് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പം നിങ്ങൾ ഓപ്പണിംഗ് കൊടുക്കുന്ന ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് 20 ഇഞ്ചോ 21 ഇഞ്ചോ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 20 ഇഞ്ചിൽ കൊടുത്ത ആ ഒരു ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് ടേപ്പിനെ വട്ടം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹിപ്പ് മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ഹിപ്പ് റൗണ്ട് വന്നിട്ട് 35 ഇഞ്ച് തന്നെയാണ്. അതിനെ ഞാനൊന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 8.25 ഇഞ്ചൊന്ന് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് ലൂസിങ് കൊടുത്തിട്ട് ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് 10.25 ഇഞ്ച് രണ്ടാമതും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട്. ഈ ഒരു നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്തതാണ്. ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത്. ഇനി ഈ ആദ്യത്തെ 3 പോയിൻറ്റ്സ് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കണം.
ഇനി ആദ്യം കൊടുത്ത പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് അടിയിൽ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെരിച്ച് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ തയ്യൽ തുമ്പിൻ്റെ ഈ ഒരു 3 പോയിന്റുകളും ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നടുക്കത്തെ ഒരു പോയിന്റിൽ നിന്ന് അടിയിലത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബോഡി മെഷർമെൻറ്റ്സ്. ഇനി ഞാൻ സ്ലിറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വട്ടം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഈ 2 ലൈൻ്റെയും സെൻറ്ററിൽ കൂടിയാണ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെയും ഈ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ ഷേപ്പ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇവിടെ കറക്റ്റ് 1 ഇഞ്ച് എനിക്ക് സ്ലിറ്റ് മടക്കി അടിക്കാൻ കിട്ടും. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമാണ് വരയ്ക്കാനുള്ളത്. അപ്പം നമ്മളിതാ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്കെയിലൊന്ന് ഇതുപോലെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ വരെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണം. അതേപോലെ തന്നെ തയ്യൽ തുമ്പിൻ്റെ എഡ്ജിൽ നിന്ന് ഇതുപോലെ ഏറ്റവും താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നോർമൽ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാനായിട്ടുള്ളത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഷോൾഡറിൽ സ്ലോപ്പ് കൊടുക്കുന്നവരാണെങ്കിൽ ആ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്ന് ഇവിടെയായിട്ട് നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇനി നമുക്ക് വരച്ചെടുത്ത ഈ ഒരു ഷേപ്പിൽ കൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് കൈക്കുഴിയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. വരച്ച കൈക്കുഴി കട്ട് ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഈ വരച്ചെടുത്ത ഈ രണ്ടാമത് തയ്യൽ തുമ്പ് കൊടുത്ത ഒരു പോയിന്റിൽ കൂടെ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൻ്റെ ലൈനിങ് പോർഷൻ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് നിവർത്തിയിടാം. എന്നിട്ട് നമ്മൾ കൈക്കുഴിയും കൂടി കുഴിച്ചൊന്ന് 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഫാബ്രിക്കിനെ ഞാൻ ഇതുപോലെ ഒന്ന് തേരുവശം വരുന്ന രീതിയിൽ ചേർത്തിട്ട് വട്ടം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കണമെങ്കിൽ മടക്കാട്ടോ. ഞാൻ ഈ ഒരു 6 ആർക്ക് ഡിസൈൻ ആയതുകൊണ്ട് തുടക്കക്കാർക്ക് കൂടി മനസ്സിലാവാനാണ് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തേക്കുന്നത്. ഇനി ഏറ്റവും മുകളിൽ നിന്ന് ടേപ്പ് ഇതുപോലെ താഴത്തേക്ക് പിടിച്ചിട്ട് ഈ ഒരു കുർത്തയുടെ ടോട്ടൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ 49 ഇഞ്ചിലാണ് മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡറും കൂട്ടിയടിച്ച് അടി മടക്കി അടിച്ച് കഴിയുമ്പോൾ 47 ഇഞ്ചിൽ കുർത്ത കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചിൽ കിട്ടണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് എക്സ്ട്രാ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇനി ബാലൻസ് വന്ന ഒരു പീസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യോക്ക് ഭാഗം വെക്കാനായിട്ട് എടുക്കാം. ഇനി ആ ഒരു മടക്കിയിട്ട മെയിൻ ഫാബ്രിക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിങ് ഭാഗം ഇതുപോലെ രണ്ടിൻ്റെ ആ ഒരു ഫോൾഡഡ് ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് ഇടണം. ഇനി വേണമെങ്കിൽ ഒരു ചോക്ക് കൊണ്ട് ഈ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടാം. ഞാൻ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇതിൽ വരച്ചാൽ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചേർത്ത് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് നീങ്ങി പോവാതെ ശ്രദ്ധിക്കണം. താഴെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ആ താഴെ വശത്ത് മാത്രം ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ ഒപ്പം ഒന്ന് വെച്ചിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ഒരു വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് മടക്കുമ്പോൾ ഡിഫറൻസ് വരും. അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഫാബ്രിക്കിനെ തേരുവശം ഇതുപോലെ ജോയിൻ ആയി വരുന്ന രീതിയിൽ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക്കിനെ നിവർത്തിയിടുമ്പോൾ ഇതാണ് ഒരു തേരുവശം വരുന്നത്. അടുത്ത തേരുവശം വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇതിനെ നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ജോയിൻ ആയിട്ട് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടേക്കുന്നത്. ഇനി ഈ 2 ഫാബ്രിക്സും ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മുകളിലത്തെ ഫാബ്രിക്കിൻ്റെ വീതി ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് യോക്ക് വയ്ക്കാനുള്ള ഫാബ്രിക്കിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യാം. ഇതിപ്പോൾ 13 ഇഞ്ച് ലെങ്ത് ഉണ്ട്. എനിക്ക് 10 ഇഞ്ച് ലെങ്ത് മതി. അപ്പോൾ ഈ ഒരു 3 ഇഞ്ച് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കളയും. ഇനി നമ്മൾ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇഞ്ച് പോകും. മുകളിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് പോകും. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ 9 ഇഞ്ചാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു യോക്ക് പോർഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് 10 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ നിവർത്തിയിടാം. ഫ്ലോറൽ പ്രിൻറ്റും നമ്മൾ നിവർത്തിയാണ് ഇട്ടേക്കുന്നത്. ഇനി ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സിക്സാക് ഡിസൈൻ്റെ നല്ല വശം ചേർത്തിടുക. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ ഇടുക. ഇനി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് നമുക്കിവിടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ഫാബ്രിക്സും ഞാൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുർത്തയുടെ ഫ്രണ്ട് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക. ബാക്ക് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത്ത് 49 ഇഞ്ചാണ്. ആ സെയിം 49 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാലൻസ് വരുന്നത് ഇതുപോലെ ഒന്നൊരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനി ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ആ ഒരു ഫോൾഡഡ് സൈഡിൽ രണ്ടും ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇടുക. ഇനി ഇതിൻ്റെ മെയിൻ ഫാബ്രിക് ലൈനിങ്ങുമായിട്ട് നല്ല ലെങ്ത് വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ലൈനിങ്ങിൻ്റെ അടിവശത്ത് ഇതുപോലെ കറക്റ്റ് ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു ലൈനിങ്ങിൻ്റെ ലെവലിനനുസരിച്ച് താഴത്തേക്കൊന്ന് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ താഴെ ആ ഒരു കറക്റ്റ് വരച്ച ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ തന്നെ ഒരു ലൈനിങ് ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കി ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് വിടുക. ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു കർവ് ഷേപ്പ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് ഒന്ന് മാറിപ്പോവാതെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 9 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. 1 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറച്ചിട്ട് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ മടക്കി കഴിയുമ്പോൾ വിടുത്ത് വന്നാൽ മതി. അപ്പോൾ സ്ലീവ് വെക്കാനായിട്ട് ഇതുപോലെ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും ചേർത്തിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിനോട് ചേർത്തിട്ടാണ് അടുത്ത ഈ ഒരു ഫാബ്രിക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ 2 ഫാബ്രിക്കിനെയും ഇതുപോലെ ഒന്ന് വട്ടം മടക്കി എടുക്കുകയാണ്. ഇതുപോലെ മടക്കി കഴിയുമ്പോഴുള്ള വീതിയാണ് നേരത്തെ നമ്മൾ മെഷർ ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഞാൻ 8 ഇഞ്ചിലാണ് ഈ ഒരു ഫാബ്രിക് എടുത്തേക്കുന്നത് കേട്ടോ. മടക്കി കഴിയുമ്പോഴുള്ള വീതി 8 ഇഞ്ച്. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ഫോൾഡഡ് സൈഡ്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത് 6.5 ഇഞ്ചാണ്. എത്രയാണോ നമുക്ക് വേണ്ടത് അതിൽ നിന്ന് 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുക. എനിക്ക് 5 ഇഞ്ച് സ്ലീവ് വേണം. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തു. ഇനി ഈ ഒരു ഫോൾഡഡ് ഭാഗത്തായിട്ട് ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു 2.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ 2.5 കൊടുക്കുന്നത്. ലോങ് ആയിട്ടുള്ള സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വരെ കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ സ്ലീവ് ആയതുകൊണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സൈഡിലും 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത 2 പോയിന്റ്സും തമ്മിൽ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് കൂട്ടി ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു താഴത്തെ ഈ ഒരു ലൈനിൻ്റെ എഡ്ജിലേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിലിനെ ചെരിച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററാണ് നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കാണാം. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണയൊക്കെ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഒരു കർവ് ഈ ഒരു പോയിന്റ് വരെ വരയ്ക്കാം. എന്നിട്ട് താഴത്തേക്കൂടെ കർവ് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ച് ആ ഒരു കോർണറിലോട്ട് എത്തിക്കേണ്ട ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കർവ് ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് താഴെ ഈ ഒരു ലൈനിൻ്റെ താഴത്തേക്കും ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൈക്കുഴിയുടെ ഷേപ്പ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാനൊന്ന് കട്ടിക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു 1/4 ഇഞ്ച് ഇറക്കി ഫ്രണ്ട് കൈക്കുഴി നമ്മളൊന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് കൊടുക്കാനുള്ളത്. നമ്മുടെ ബോഡിയിൽ എത്രയാണോ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് ആ ഒരു മാർക്കിംഗ് ഇവിടെ കൊടുക്കുക കേട്ടോ. 2 ഇഞ്ചാണ് ഞാൻ ബോഡിയിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി ആം റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. എനിക്ക് 5 ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ സ്ലീവിന് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 ഇഞ്ച് ലെങ്ത് വരുന്ന ഭാഗത്ത് ടേപ്പ് ഒന്ന് ചുറ്റി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് കാണാം. എനിക്ക് 11.5 ഇഞ്ചാണ്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 5.25 ഒന്ന് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ചിൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത ഈ 5.25 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെരിച്ച് വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴെയായിട്ട് സ്ലീവിൻ്റെ ലൂസിങ് കൊടുക്കുന്നത് 1.5 ഇഞ്ചാണ്. സ്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് വരുന്തോറും ആ ഒരു 2 ഇഞ്ച് ലൂസിങ്ങിൻ്റെ ആവശ്യമില്ല. 1.5 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഈ ഒരു കോർണർ പോയിന്റിൽ നിന്ന് ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ലീവ് ലൂസിങ് കൊടുത്തേക്കുന്നതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു എഡ്ജ് ഭാഗത്ത് ഒട്ടും തന്നെ ക്ലോത്ത് മിസ്സാവരുത്. ആ ഒരു കോർണറിൻ്റെ എൻഡിൽ നിന്ന് വേണം താഴത്തേക്ക് വരയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു വരച്ച ഈ ഒരു കർവ് ഷേപ്പിൽ കൂടെ ഒന്ന് ഫുള്ളായിട്ട് ഈ ഒരു സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വരച്ചെടുത്തിട്ടുള്ള ഒരു കർവ് ഷേപ്പിൽ കൂടെ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഫ്രണ്ട് കൈക്കുഴി ഇപ്പോൾ കുഴിച്ച് വെട്ടുന്നില്ല, നിവർത്തിയിട്ടിട്ട് വേണം ഫ്രണ്ട് കൈക്കുഴി വെട്ടാനായിട്ട്. ഈ ഒരു സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ സ്ലീവിന് നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്തു. നല്ല വശവും ചേർന്നിട്ടാണ് ഈ 2 സ്ലീവും കിടക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് പോർഷന് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ചീത്ത വശത്തേക്ക് ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ രീതിയിലൊന്ന് മുകളിലേക്കിടെ അരികു ചേർത്ത് അടിക്കുക. കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അരികു ചേർത്ത് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വരെ അടിക്കാം. അതിന് ശേഷം ബാലൻസ് ഭാഗം വിട്ടേക്കുക. ഇതുപോലെ ഓപ്പണായിട്ട് വരുന്ന രീതിയിൽ വിട്ടേക്കുക. ആ ഒരു ഹിപ്പ് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സൈഡിലും കൈക്കുഴി മുതൽ ഈ ഒരു ഹിപ്പ് ഭാഗം വരെ 2 ക്ലോത്തും കൂടി ചേർത്ത് അരികു ചേർത്ത് അടിച്ചെടുക്കുക. ബാക്കി ഇതുപോലെ വിട്ടേക്കുക.
ഇനി ഈ ഒരു ബാക്ക് പോർഷൻ്റെ ചീത്ത വശത്തും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷന് നമ്മൾ ഇതുപോലെ ആദ്യം മുകൾ വശത്തൊന്ന് ചേർത്തടിക്കുക, കൈക്കുഴി അടിക്കുക, ഹിപ്പിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക, ബാക്കി ഭാഗം ഓപ്പൺ ആക്കി ഇട്ടേക്കുക. അതേപോലെ തന്നെ ആ ഒരു സൈഡിലും ആ ഒരു കൈക്കുഴിയുടെ ഭാഗം മുതൽ ഹിപ്പിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക, ബാക്കി ഭാഗം ഓപ്പൺ ആയിട്ട് വിടാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് മടക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വീതി ഞാൻ എടുത്തേക്കുന്നത് 5 ഇഞ്ചാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 6 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. ഇതുപോലെ ലെങ്ത് എടുത്തേക്കുന്നത് ഒരു 6 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫോൾഡഡ് സൈഡിൽ നിന്ന് ഈ ഒരു ഓപ്പൺ സൈഡിലേക്ക് നമ്മൾ 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. ഹൈ നെക്കല്ല, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു നെക്ക് മതി, അതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം മുകളിൽ കൊടുത്ത ഒരു 3.25 ഇഞ്ചിൽ നിന്ന് താഴത്തെ ഈ ഒരു 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്നൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അതിനൊരു ബോക്സ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഒരു ബാക്ക് നെക്കിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചേക്കുന്നത്. ഇനി ഇതുപോലെ ടേപ്പ് ഒന്ന് ആ വരച്ചെടുത്തേക്കുന്ന ഷേപ്പിന് എത്രയാണോ നമുക്ക് ക്യാൻവാസ് പേപ്പറിന് വീതി വേണ്ടത് അത്രയും ഇതുപോലെ മെഷർ ചെയ്ത് കൊടുക്കുക. ഞാൻ 3/4 ഇഞ്ചിൽ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ആ കർവൊക്കെ വരുമ്പോൾ അതുപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് 3/4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റുകളെല്ലാം ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ച് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ ഷേപ്പ് വന്നിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ആദ്യം ഒരു താഴെ വരച്ചു കൊടുത്ത ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഉള്ളിൽ നിന്നും ഇതുപോലെ ഒന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഷേപ്പ്. ഇനി ഈ ഒരു ബാക്ക് നെക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് പീസിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. മുകൾ ഭാഗത്ത് നമുക്ക് ക്ലോത്തിൻ്റെ ആവശ്യമില്ല, താഴെയാണ് നമുക്ക് കുറച്ച് ക്ലോത്ത് ബാലൻസ് വേണ്ടതുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു തേരുവശത്തോട് ചേർത്താണ്. എന്നിട്ട് അടിവശത്ത് ഈ ഒരു ഷേപ്പിൽ തന്നെ 1/4 ഇഞ്ച് ക്ലോത്ത് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് ഈ ഒരു ക്യാൻവാസയിലേക്ക് ചേർത്ത് മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് ഇങ്ങനെ മടക്കാനായിട്ട് പറ്റും. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കുർത്തയുടെ ബാക്ക് പോർഷൻ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് കറക്റ്റ് വട്ടം ഒന്ന് മടക്കി ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശമാണ് ചീത്ത വശത്തെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നല്ല വശത്തേക്ക് ക്യാൻവാസ് നെക്കിൻ്റെ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് താഴത്തേക്ക് ക്യാൻവാസെ കൊള്ളാതെ അടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ക്യാൻവാസ് നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ക്യാൻവാസയിലേക്ക് കൊള്ളാതെ എന്നാൽ ക്യാൻവാസിനോട് നല്ല രീതിയിൽ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് വശത്തെ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് ഉള്ളിൽ വിട്ടിട്ട് ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഫുള്ളായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ ഒരു 1/4 ഇഞ്ച് ക്ലോത്തിൽ കുഞ്ഞ് കട്ടുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ തയ്യൽ തുമ്പയിൽ കൊള്ളാതെ. എന്നിട്ട് ഇത് അകത്തേക്ക് മടക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഈ ഒരു പോർഷൻ മാറ്റി വയ്ക്കാം. നമ്മുടെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു നല്ല വശം. ചീത്ത വശത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മളിതാ ഈ ഒരു ക്ലോത്തിലേക്ക് തന്നെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുകളിൽ ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നോർമൽ നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ച്, ബാക്ക് നെക്കിലും നമ്മൾ 3.25 ഇഞ്ചിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു 3.25 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വി നെക്ക് ചെയ്യാനായിട്ട് ആ ഒരു ക്ലോത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോത്ത് മടക്കി കഴിയുമ്പോൾ എത്രയാണോ ആ ക്ലോത്തിൻ്റെ വീതി അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് വേണം അടുത്ത മാർക്കിങ് കൊടുക്കാനായിട്ട്. ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് ക്ലോത്ത് മടക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3/4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വരുമ്പം 3.25 പ്ലസ് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.25 പ്ലസ് 3/4 എന്ന് പറയുമ്പം 4 ഇഞ്ച്. 4 ഇഞ്ചാണ് എനിക്ക് ഈ ഒരു നെക്കിൻ്റെ വീതി വേണ്ടത്. ഇനി 1/4 ഇഞ്ച് ക്ലോത്തിലേക്കാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് പീസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീതി കറക്റ്റ് ആയിക്കോളും. ഈ ആദ്യം മാർക്ക് ചെയ്തതാണ് 3.25 ഇഞ്ച്, രണ്ടാമത് മാർക്ക് ചെയ്തത് 4 ഇഞ്ചിൽ കൊടുത്ത മാർക്കിങ്. ഇനി ആ ഒരു 4 ഇഞ്ചിൽ കൊടുത്ത മാർക്കിങ്ങിൽ നിന്ന് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം.
ഈ ഒരു വീനെക്ക് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പം എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനെക്കാട്ടിലും എക്സ്ട്രാ 1.5 ഇഞ്ച് കൂടി ഇവിടെ ലെങ്ത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് 6 ഇഞ്ചാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ പോവും. പിന്നെ ആ ഒരു ക്രോസ് പീസ് പോലെ നമ്മൾ ആ ഒരു കട്ട് പീസ് വെച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് അതിൻ്റെ അടിവശം വരിക. അപ്പോൾ ആ ഒരു ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം 1 ഇഞ്ച് പോകും. അപ്പോൾ 6 ഇഞ്ചിൽ കറക്റ്റ് നെക്ക് കിട്ടും. അതിനാണ് ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞാൻ ഫ്രണ്ട് നെക്ക് കുറച്ച് കയറി വരുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് നെക്കിന് ലെങ്ത്ത് വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നെക്ക് ലെങ്ത്ത് 7.5ക്ക് പകരം 8 ഇഞ്ചോ 9 ഇഞ്ചോ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡഡ് ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കണം. ഈ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് നേരെ തന്നെ ഇതുപോലെ ടേപ്പ് ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിലൊന്ന് ഒരു മാർക്കിംഗ് ആ ഒരു ഫോൾഡഡ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ അവിടെ ഫാബ്രിക് വെക്കുന്നത്, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമ്മുടെ 4 ഇഞ്ച് മുകളിൽ വരച്ച പോയിന്റിൽ നിന്ന് 7.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നീളത്തിൽ വരച്ചിട്ടതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ബോക്സ് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു താഴെ 1/2 ഇഞ്ച് മാർക്കിംഗ് കൊടുത്ത ഈ ഒരു പോയിന്റിലേക്കാണ് ചെരിച്ച് വി ഷേപ്പിൽ വരയ്ക്കേണ്ടത്. എഡ്ജിലേക്കല്ല, ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ സ്കെയിലൊന്ന് ചെരിച്ച് വെച്ചിട്ട് ആ ഒരു വി ഷേപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ നേരെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതുപോലെ നേരെ ഒന്ന് കട്ട് ചെയ്യുക. ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ആ ഒരു വരച്ച പോയിന്റിൽ കൂടെ തന്നെ ഇതുപോലെ മുകളിലേക്ക് ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഓപ്പൺ ആക്കി ഇടുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വന്നേക്കുന്നത്. അടിവശത്ത് 1/2 ഇഞ്ച് നമ്മൾ മാർക്കിംഗ് കൊടുത്തത് നിവർത്തുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതിക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇതേ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു ലൈനിങ് ക്ലോത്തും മെയിൻ ഫാബ്രിക്കും കൂടി അരിക് ചേർത്തിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കട്ട് പീസ് ഇവിടെ വെക്കുമ്പോൾ ലൈനിങ് തെന്നി മാറി പോകും. എന്നിട്ട് വേണം ഈ ഒരു സൈഡിലായിട്ട് അടിവശത്തായിട്ട് കോർണർ കട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു വീനെക്കിൽ വെക്കാനുള്ള ക്ലോത്ത് പീസിൻ്റെ ലെങ്ത്ത് അറിയാനായിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് മുതൽ ആ കട്ട് ചെയ്ത ഭാഗം വരെ ഇതുപോലെ ഒന്ന് ടേപ്പ് വയ്ക്കുക. 8 ഇഞ്ചാണ് ലെങ്ത്ത് വന്നേക്കുന്നത്. 2 സൈഡിലും 8 ഇഞ്ചാണ്. അതിൽ നിന്നൊരു എക്സ്ട്രാ 4 ഇഞ്ച് കൂട്ടി 12 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ക്ലോത്ത് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ക്ലോത്ത് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ലെങ്ത്ത് വന്നിട്ട് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ലെങ്ത്തിലാണ് 2 ക്ലോത്ത് പീസും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വീതി ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിങ്ങനെ മടക്കി ആ ഒരു ക്ലോത്തിലേക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു 2.5 ഇഞ്ച് വീതി എടുത്താൽ മതി. അപ്പോൾ 1/4 ഇഞ്ച് കറക്റ്റ് തയ്യൽ തുമ്പ് കിട്ടും. ഇനി അതല്ല നമ്മൾ ക്യാൻവാസ് വെച്ച് മടക്കാനാണെങ്കിൽ നമുക്കൊരു 2.25 അല്ലെങ്കിൽ 3 ഇഞ്ച് വീതിയോ എടുക്കേണ്ട വരും. 3 ഇഞ്ചാണെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് മടക്കിയതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ലെവൽ ചെയ്ത് കൊടുത്താലും മതി. ഇനി നിങ്ങൾ തുടക്കക്കാരൊക്കെയാണ് ക്യാൻവാസ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആ ഒരു ക്ലോത്ത് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല ഇനി കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയെടുക്കാം. ഞാൻ ക്യാൻവാസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് 1 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു ക്ലോത്ത് പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക് ചേർത്ത് വെക്കുക. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് വേണം ഇതുപോലെ ക്യാൻവാസ് വെക്കാനായിട്ട്. എന്നിട്ടൊരു അയൺ ബോക്സ് വെച്ച് നന്നായിട്ട് തേച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കി കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ മടക്കി പിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ മീതെ അയൺ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് 1/4 ഇഞ്ച് കറക്റ്റ് തയ്യൽ തുമ്പും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് ഇങ്ങനെ കൈവച്ച് ടച്ച് ചെയ്ത് നോക്കിയാൽ ആ ഒരു ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം അറിയാനായിട്ട് പറ്റും. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൈവച്ച് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ഒരു ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഇതുപോലെ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മാർക്കിങ്സിനെ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ലൈനെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആ ഒരു മാർക്കിംഗ് അറിയാൻ പറ്റും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ആ ഒരു മെയിൻ ഫാബ്രിക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഞാനൊന്ന് ഇതുപോലെ ചേർത്തടിച്ചിട്ടുണ്ട്, ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും നീങ്ങി പോവാതിരിക്കാൻ.
ഇനി ഈ ഒരു നെക്കിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് 1/4 ഇഞ്ച് വീതം 2 കോർണറിലും ചരിച്ചിട്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. ഈ രീതിയിലാണ് ആ ഒരു കട്ടിങ് വരിക. 2 സൈഡിലും 1/4 ഇഞ്ച് കട്ട്. അപ്പോഴാണ് ഈ ഒരു ക്ലോത്ത് നമുക്കിതുപോലെ ബാക്കോട്ട് മടക്കി വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു കട്ട് പീസ് ബാക്കിലേക്ക് നല്ലോണം മടങ്ങി വരുള്ളൂ. അപ്പോൾ ഈ ഒരു കോർണർ കട്ടാണ് ഈ ഒരു കുർത്ത ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു നെക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിലോട്ട് ഈ ഒരു കട്ട് പീസ് വെച്ചിട്ട് നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് തന്നെയാണ് നെക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് കയറ്റിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വെക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 1/4 ഇഞ്ചിൽ ലൈനും വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ കട്ടിങ് ഭാഗത്തേക്ക് ഇതുപോലെ രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് രണ്ടും ചേർത്ത് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ ആ ഒരു താഴെയായിട്ട് കോർണർ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു കട്ട് ഇട്ട് കൊടുത്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിനോട് ചേർത്ത് ഈ ഒരു കട്ട് പീസ് വെച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയും താഴെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോൾ നമ്മുടെ ഒരു കട്ട് ആ ഒരു കോർണർ കട്ട് ഇട്ട ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യണം. അതായത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ വി ഷേപ്പ് വരച്ചെടുത്തത് നിന്ന് 1/4 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആ ഒരു നെക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ആ ഒരു കട്ട് പീസ് ഇതുപോലെ ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിവശത്ത് ആ ഒരു വരച്ച ഷേപ്പിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇനി നമ്മൾ ഇത് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ആ ഒരു വി ഷേപ്പ് കിട്ടുക. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പം നമുക്ക് താഴേന്ന് മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൈക്ക് വഴങ്ങത്തില്ല. അപ്പോൾ വഴങ്ങുന്ന രീതിയിൽ അടയ്ക്കുമ്പോൾ ഇത് താഴേന്ന് മുകളിലേക്കാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വീട് ഷേപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നെക്ക് പോർഷൻ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഒരു ബാലൻസ് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കൊന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് ആ ഒരു ബാലൻസ് അടിയിൽ വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ എഡ്ജ് ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ച് പിടിക്കുക. അപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത 1/4 ഇഞ്ച് ക്ലോത്ത് ഈ രീതിയിലാണ് ഉള്ളിലേക്ക് മടങ്ങി വരാം. ആ ഒരു കട്ടിങ് കൊടുത്ത ഭാഗം ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടങ്ങി വരും. ഇനി ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ രീതിയിൽ നമ്മൾ ഒരു ഫാബ്രിക് ഒന്ന് മെഷീനിൽ വെച്ചിട്ട് ഇതൊന്ന് വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെക്കിൻ്റെ അടിവശമൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒന്നുകൂടെ വീനക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി മുകളിൽ ഞാൻ എക്സ്ട്രാ ഒരു 1 ഇഞ്ചോളം മുകളിലേക്ക് കയറ്റിയാണ് ആ ക്ലോത്ത് പീസ് വെച്ചത്. അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ഇതുപോലെ ഷോൾഡർ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചേർത്തിടാം. ഇനി ഫ്രണ്ട് പോർഷൻ വെച്ചതിൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു ബാലൻസ് നിന്ന ക്ലോത്ത് ഒന്ന് ഞാൻ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഈ രീതിയിൽ നമ്മുടെ ആ ഒരു ബാക്ക് ഫാബ്രിക്കിൽ വെച്ച് കൊടുത്തേക്കുന്ന ക്യാൻവാസിനെ ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഷോൾഡർ ആ ഒരു നിവർത്തി പിടിച്ച ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിക്കുക കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ആ ഒരു ക്യാൻവാസ് ഇപ്പുറ സൈഡിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ രീതിയിൽ അറേഞ്ച് വിട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സൈഡിലും ആ സെയിം നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പർ ഒന്ന് നിവർത്തി പിടിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഷോൾഡർ ഭാഗം ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് ആ ഒരു ക്യാൻവാസ് പേപ്പറിന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ മടക്കുക. എന്നിട്ട് ഒന്ന് അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ആ ഒരു ബാക്ക് നെക്കിലെ ക്യാൻവാസിനെ മറിച്ചെടുക്കാം. ഈ രീതിയിലൊന്ന് ആ ഒരു ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് പേപ്പറിൽ ആ ഒരു ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ച് ബാക്കിലേക്ക് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം തയ്യൽ തുമ്പൊന്നുമില്ലാതെ ഭയങ്കര നീറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ആ ഒരു ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ഒരു ഷോൾഡർ ഭാഗം കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിട്ടിട്ട് ബാക്ക് നെക്ക് പതിച്ചടിച്ച് കൊടുക്കണം. ഇനി ഒരു ബാക്ക് നെക്കിൻ്റെ ഉൾവശത്തെ ഈ ഒരു ക്യാൻവാസിൻ്റെ അടിവശത്തെ ഒരു ഭാഗം നമുക്ക് ഒന്നെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ആ ഒരു സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഒരു കുർത്തയുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു ലൈനയിലേക്ക് ഈ ഒരു സെൻറ്റർ പോയിന്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്ലീവ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സ്ലീവിൻ്റെ നല്ല വശവും കുർത്തയുടെ ഒരു നല്ല വശവും ചേർന്നായിരിക്കും വരാം. നല്ല വശവും ചേർത്തിടാം.
ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു വശത്തേക്കും 1/4 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശം നമ്മുടെ ഒരു കുർത്തയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ചേർത്തിടുക. ആ ഒരു സെൻറ്റർ പോയിൻറ്റും ഷോൾഡർ ലൈനും കൂടി ചേർത്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു സൈഡ് താഴെ വരെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അപ്പോൾ അതാ സ്ലീവിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ് അടിച്ചെടുക്കാനായിട്ട് നമ്മുടെ ആ ഒരു കുർത്ത ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണം. എന്നിട്ട് വേണം അടുത്ത സൈഡ് അടിക്കാനായിട്ട്. ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി അകത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീവ് കട്ട് ചെയ്ത കുർത്തയുടെ ഭാഗവും അടിയിലത്തെ ആ ഒരു സ്ലീവിൻ്റെ എൻഡിങ്ങും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അത് ആ സ്ലീവ് നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജ് നമുക്കൊന്ന് 1/2 ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി ഒന്ന് മടക്കി എഡ്ജാണ് അടിച്ചു കൊടുക്കാനുള്ളത്. ഇതുപോലെ 2 സൈഡിലെ സ്ലീവും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ട് അടിയൊക്കെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷേപ്പ് ചെയ്തെടുക്കണം. 2 സ്ലീവിൻ്റെ ഭാഗവും ഒന്ന് ചേർത്തിടുക. എന്നിട്ട് ഈ ഒരു അറ്റത്തുനിന്ന് മുതൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരാം. ഈ ഒരു ഭാഗത്ത് ഒരു ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും സ്ലീവിൻ്റെ അറ്റം മുതൽ മുകളിൽ നിന്ന് മുതൽ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു പോയിന്റ് വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനാണുള്ളത്. അപ്പോൾ സ്ലിറ്റ് മടക്കി അടിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിവശം ഉള്ളിലേക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ ഫുള്ളായിട്ട് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ താഴത്തെ ലൈനിങ്ങും അടിമടക്കി അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടിയിലത്തെ ഫാബ്രിക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് നീക്കിയിട്ടു. എന്നിട്ട് ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഫാബ്രിക് മാത്രം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിവർത്തി മെഷീനിലേക്ക് വെച്ച് കൊടുക്കുക. അടിയിലത്തെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അടിയിൽ നിന്ന് മുതൽ ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി ഇതുപോലെ മടക്കി താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം എത്തുമ്പോൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക. ആ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് നിർത്താം. പക്ഷെ നമ്മൾ സൂചി അവിടെ നിന്ന് പൊക്കരുത്. ആ ഒരു സൂചി അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ ഫൂട്ട് പൊക്കിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുക. ഈ ഒരു സൈഡിലേക്ക് ആ ഒരു 1 ഇഞ്ച് ഇതുപോലെ വട്ടം സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ആ ഒരു മടക്കിയ ക്ലോത്തിൻ്റെ എഡ്ജിൽ വേണം സ്റ്റിച്ചിങ് നിൽക്കാനായിട്ട്. അതിൻ്റെ പുറത്തേക്ക് ലൈനിങ്ങിലേക്ക് വരരുത്. എന്നിട്ട് അവിടെ നമ്മൾ സൂചി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ അടിയിൽ നിന്ന് മുതൽ ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടെ മടക്കി ഇതുപോലെ താഴത്തു നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ രീതിയിൽ കറക്റ്റായിട്ട് പിടിക്കും. ഒത്തിരി വലിച്ചൊന്നും പിടിക്കേണ്ട. സോഫ്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് ആ ഒരു എൻഡിങ്ങിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി സ്റ്റിച്ചിങ് നിർത്താം. എന്നിട്ട് നമ്മുടെ ആ ഒരു സൂചീനെ അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ ഫൂട്ട് മാത്രം പൊക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഫാബ്രിക്കും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ വട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിങ് ആ ഒരു മടക്കിയ ഭാഗത്തിൻ്റെ പുറത്തേക്ക് വരരുത്, ലൈനിങ്ങിലേക്ക് വരരുത്. ആ ഒരു മടക്ക് ഭാഗത്തിൻ്റെ എഡ്ജിൽ നിർത്തുക. ഇവിടെ നമ്മൾ ആ ഒരു സൂചി കുത്തി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഫൂട്ട് മാത്രം പൊക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ച് താഴത്തേക്കാക്കി എടുക്കുക. എന്നിട്ട് അടിയിലത്തെ ഒരു ഫാബ്രിക്കിൻ്റെ എഡ്ജ് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് മടക്കി ഈ ഒരു സൈഡിലെ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്തൊന്ന് പിടിച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി ഏറ്റവും അടിയിൽ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിലെ സ്ലിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്ലിറ്റ് മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 സൈഡും സ്ലിറ്റ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഒരു ചുരിവ് പോലും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ മുകളിലേക്ക് കയറ്റി 1 ഇഞ്ച് കയറ്റിയിട്ട് വട്ട അടിക്കുന്ന ഒരു സ്റ്റിച്ചിങ് ആണ് ഇതുപോലെ വരുന്നത്. ഇനി നമുക്ക് അടി മടക്കി അടിക്കാനാണുള്ളത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇതേപോലെ തന്നെ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടെ മടക്കി അടി ഒന്ന് വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്റ്റിച്ചിങ്. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കുർത്തയുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു വീയുടെ ഷേപ്പ് ഒക്കെ കൊടുത്തത് കറക്റ്റ് ലെങ്ത്തിൽ കറക്റ്റായിട്ട് ആ ഒരു വി ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ മെഷർമെൻറ്റിന് അനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ അതിനുള്ള മെഷർമെൻറ്റ് അനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പിൻ്റെ നെക്ക് കിട്ടും. ബാക്ക് പോർഷൻ
ഇതാ ഇതുപോലെയാണ് വരുന്നത്. ഞാൻ ഫുൾ ഹൈ ആയിട്ട് കൊടുത്തിട്ടില്ല, ഒരു 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു ബാക്ക് നെക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.